നമസ്കാരം. കളങ്കമില്ലാത്ത മനസ്സുമായി ഏതൊരു ഭക്തൻ ഭഗവാനെ പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ ഏതൊരു ഭക്തരും ഭഗവാനെ പ്രാർത്ഥിച്ചാലും, എല്ലാ തരത്തിലുമുള്ള ക്ലേശങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി മുരുകൻ. ഉപാസിക്കുന്നവരെ ആരെയും കൈവിടാത്ത മൂർത്തി കൂടിയാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. കൂടാതെ അവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ദേവൻ കൂടിയാണ് മുരുകൻ. പ്രധാനമായും സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ നന്മയ്ക്കായും അവരുടെ വിജയത്തിനും രോഗശമനത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ശത്രുനാശം എന്നിവയും സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചൊവ്വയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള അനിഷ്ട ദോഷങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയെ മുരുകനെ ഭജിക്കുന്നതിലൂടെ വിട്ടുമാറുകയും ചെയ്യും. ഇനി തന്റെ ശത്രുവിനെ, അത് മറഞ്ഞിരിക്കുന്ന ശത്രുവിനെയോ അല്ലെങ്കിൽ അറിയുന്നവരെയോ ആകട്ടെ, അവരെ എപ്രകാരം തോൽപ്പിക്കാം, അല്ലെങ്കിൽ ശത്രുദോഷത്തിൽ നിന്നും എപ്രകാരം വിജയങ്ങൾ നേടാം, അതും സുബ്രഹ്മണ്യ ചക്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഏവരും ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്നതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മുരുകസ്വാമിയെ മനസ്സിൽ ഭജിച്ചുകൊണ്ട് ശത്രുവിന് മേൽ വിജയങ്ങൾ നേടണം എന്നും ജീവിതത്തിൽ അനുകൂലമായി കാര്യങ്ങൾ വന്ന് ഭവിക്കണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം വജദ്ഭുവേ നമ എന്നോ ഭഗവാന്റെ മറ്റ് നാമങ്ങളോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. 1 എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അധികം ശത്രുക്കൾ നിങ്ങൾക്കില്ല, എന്നാൽ ഉള്ള ശത്രുക്കൾ അതിശക്തരായിട്ടുള്ള വ്യക്തികളാണ്. ചിലപ്പോൾ വ്യക്തമായി പറയുകയാണ് എങ്കിൽ നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ എല്ലാ തരത്തിലും നിങ്ങളെ ഇല്ലാതാക്കുവാൻ ഒരു വ്യക്തി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ ചതിക്കുന്ന വ്യക്തി പുറമെ ചിരിച്ചു കാണിച്ച് നിങ്ങളോടുള്ള പകയും വിഷവും, അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ദേഷ്യം നിറച്ച മനസ്സുള്ള ഒരു വ്യക്തിയാകാം. നിങ്ങൾക്ക് പ്രധാനമായും ഈ സമയം ചെയ്യുവാൻ സാധിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ കവചം നിത്യവും മുടക്കം കൂടാതെ 21 ദിവസം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും നിങ്ങൾ ചെയ്യണം. അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം നിത്യവും നിങ്ങൾ അണിയുക. കഴിവതും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പുറമെ പറയാതിരിക്കുക. നിങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം മറ്റുള്ളവർ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മുൻകൂട്ടി പറഞ്ഞ് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യും. 2ാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കുടുംബത്തിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലും പുറത്തും ശത്രുശല്യം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മനസമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു തരത്തിലും നിങ്ങൾക്ക് മനസമാധാനം നൽകില്ല എന്ന രീതിയിലാണ് ചിലരുടെ പ്രവൃത്തി. അല്ലെങ്കിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ കടന്നു വരുന്നത്. ഒന്ന് തീരുമ്പോൾ അടുത്തത്. അത്തരത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്ത പ്രവൃത്തികൾ മൂലമാകാം, പറഞ്ഞ വാക്കിനെ ചൊല്ലിയുള്ള ശത്രുദോഷമാകാം, നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾ വ്യാഖ്യാനിക്കാത്തതായ അർത്ഥങ്ങൾ അവർ മെനഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് ഏതു തരത്തിലും ശത്രുക്കളാൽ ഒരു മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ ഉയർച്ചയില്ലാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ ഒരു നിര തന്നെ ശത്രുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് എതിരെ നിർത്തിയിരിക്കുന്നതായ സാഹചര്യം, പല തരത്തിലുള്ള പേരുദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്ന സാഹചര്യം, ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ടതായ സാഹചര്യം. ഭഗവാന് മാല വഴിപാട് നടത്തണം.
സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം. ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുകയും ഭഗവാന്റെ ഭസ്മം അണിഞ്ഞ് നിത്യവും പുറത്തേക്ക് പോകുന്നത് ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും, പ്രവൃത്തികളിൽ നിന്നും രക്ഷിക്കും. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ സന്താനങ്ങൾ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് ഉയർച്ചയില്ലാതിരിക്കുവാൻ, സന്താനങ്ങളാൽ ദുഃഖങ്ങൾ അനുഭവിക്കുവാൻ, അതായത് സന്താനങ്ങൾ മൂലം നിങ്ങൾ മനസ്സ് വിഷമിക്കുവാൻ, അവരുടെ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ കാര്യങ്ങളാലോ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാലോ നിങ്ങളുടെ മനസ്സ് വിഷമിക്കണം എന്ന രീതിയിൽ ശത്രു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മക്കളെ പോലും നിങ്ങൾക്ക് എതിരായി നിർത്തുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. ഏതു തരത്തിലും നിങ്ങളുടെ കണ്ണുനീർ കാണണം എന്ന് ചിന്തിക്കുന്ന ശത്രു, അവരെക്കാൾ നിങ്ങൾ ഒരിക്കലും സുഖങ്ങളോ അത്തരം കാര്യങ്ങൾ അനുഭവിക്കരുത് എന്ന ചിന്ത കൂടിയുണ്ട്. അത്തരത്തിലൊരു ദൃഢനിശ്ചയം ചെയ്തവർ തന്നെയാകാം നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത്, നിങ്ങളുടെ ശത്രുക്കളായി നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും സമാധാനമില്ല. ഇതിനാൽ മറ്റുള്ളവരും സന്തോഷിക്കരുത്, എനിക്ക് ലഭിക്കാത്തത് മറ്റുള്ളവർക്ക് ലഭിക്കരുത് എന്നൊരു ചിന്താഗതി അവർക്കുണ്ട് എന്നതാണ് വാസ്തവം. ഇതിനാൽ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് അവർക്ക് സഹിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നത്. നിങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അതവർ സന്തോഷത്തോടെ വീക്ഷിക്കുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ തുടർന്നും ചെയ്യുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അതല്ല എങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുന്നതല്ല. നിങ്ങളിവിടെ ചെയ്യേണ്ടതായ കാര്യം സുബ്രഹ്മണ്യ അഷ്ടകം 41 ദിവസം മുടങ്ങാതെ ജപിക്കുക, പാരായണം ചെയ്യണം. ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ ദിവസവും നിങ്ങളത് കേൾക്കുവാൻ ശ്രമിക്കുക, പ്രത്യേകിച്ചും 41 ദിവസം. കൂടാതെ നിങ്ങൾ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ ഭഗവാൻ നടത്താം. അതോടൊപ്പം മുരുകക്ഷേത്രത്തിലെ ഭസ്മം നിങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം. പൂജാമുറിയിലോ മറ്റോ സൂക്ഷിക്കാം. ശേഷം ഇവ നിത്യവും അണിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോവുക. നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതൊരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും. ഭഗവാനാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക. നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതായ 4 എന്ന സംഖ്യയുടെ ഫലപ്രകാരം നോക്കുമ്പോൾ ഒരു പരിധിവരെ നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ് എന്ന് ഇതിലൂടെ തിരിച്ചറിയാം. നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ തന്നെ തടസ്സങ്ങൾ വരുത്തുന്നതായ സാഹചര്യം, നിങ്ങൾ തന്നെ സ്വയം വിശ്വാസമില്ലാതെ ഇരിക്കുന്നതായ സാഹചര്യം, പല കാര്യങ്ങളും രണ്ടഭിപ്രായം, ചെയ്യണോ വേണ്ടയോ, അത്തരത്തിൽ പല അഭിപ്രായങ്ങളാൽ പല കാര്യങ്ങളും നടക്കാത്തതായ അവസ്ഥ. ചുറ്റും ശത്രുക്കളുണ്ട് എങ്കിലും നിങ്ങൾ സ്വയം വിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളെ ശത്രു പോലും നിഷ്പ്രഭരായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് നിങ്ങൾ ചെയ്യരുത് എന്ന് അവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. അതിനാൽ അലസത പൂർണ്ണമായും, ആ ആലസ്യം നിങ്ങൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കണം. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. കഠിനാധ്വാനം ചെയ്യണം. ശത്രുക്കളെ നിങ്ങൾക്ക് നിഷ്പ്രഭരാക്കി നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ സാധിക്കും എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. അതിനാൽ നിങ്ങൾ അവർക്ക് തൊടാൻ പോലും സാധിക്കാത്ത ഉയരത്തിലേക്ക് എത്തുവാൻ അത്രമേൽ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നതും വാസ്തവമാണ്. നിത്യവും വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം, ഭഗവത് മന്ത്രങ്ങൾ ജപിക്കണം. കൂടാതെ അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ ഭസ്മം നിത്യവും അണിയുന്നതിലൂടെ ഭഗവാന്റെ സംരക്ഷണ കവചവും നിങ്ങളിലേക്ക് വന്നു ചേരും. ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുക.
5ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഇതിൽ 5 എന്ന സംഖ്യ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. പുതിയ അവസരങ്ങളാകാം കടന്നു വരിക. ഒരുപാട് പേരുടെ ദൃഷ്ടി ദോഷത്താൽ വലയുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്കും അനുഭവഭേദ്യമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിത്യവും കടുക്, മുളക്, ഉപ്പ് എന്നിവ ഒഴിഞ്ഞ് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. തലയ്ക്കുഴിഞ്ഞ് കത്തിക്കുന്നത് അത്രമേൽ ശുഭകരമാകുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും ഊർജപ്രദമായി ഊർജത്തോടെ നിങ്ങൾക്ക് ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും, മാറ്റങ്ങൾ വന്നു ചേരും. അത് സ്വീകരിക്കുക എന്നതാണ് ഭഗവാൻ ഈ സമയം നിങ്ങളോട് പറയുന്നതായ കാര്യങ്ങൾ. അതിനു നേരെ മുഖം തിരിച്ച് നിൽക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അത് ഭഗവാൻ നൽകുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സഹായകരമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. വലിയ മാറ്റം തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. കാരണം ശത്രുക്കളുണ്ട് എങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഭഗവത് കൃപയാൽ നിങ്ങളിലേക്ക് വന്നു ചേരുക. മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ ആ ഭസ്മം നിത്യവും നിങ്ങൾ അണിയുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും മുക്തിയും കൂടാതെ ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു പുതിയൊരു ജീവിതവും ലഭിക്കും. അതായത് അവർ നിങ്ങളെ ഏത് തരത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഭഗവത് സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ നിങ്ങൾക്ക് അതിനെയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാലാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ കേട്ട് അതേപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക.